ഒരു വർഷത്തിലേറെക്കാലമായി ബന്ദികളാക്കിയ 4 ഇസ്രായേൽ വനിതാ സൈനികരെ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് മോചിപ്പിച്ചത്. 2023 ഒക്ടോബർ 7 മുതൽ തടവിലായിരുന്ന ലിറി, നാമ, കരീന, ഡാനിയേല എന്നിവരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 200 പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പകരമായാണ് നടപടി. മോചന നടപടിയുടെ ഭാഗമായി ഹമാസ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. റെഡ് ക്രോസിന് കൈമാറുന്നതിന് മുന്നോടിയായി വനിതാ സൈനികർ ഹമാസിനോട് നന്ദി പറയുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഹമാസ് ഇവരെ വളരെ നന്നായി സംരക്ഷിച്ചുവെന്നും പരിചരിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിന്റെ പ്രൊപ്പഗണ്ടയാണിതെന്ന് ആരോപിച്ച ഇസ്രായേൽ മറ്റൊരു വീഡിയോ പുറത്തുവിട്ടു. ബന്ദികളെ വിട്ടയക്കുന്നതുമായുള്ള കരാറിലെത്താൻ ഇസ്രായേൽ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്താനായി ഹമാസ് നേരത്തെ അയച്ച ഒരു വീഡിയോ ആണിത്. 4 സൈനികരും ജന്മനാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ചേർന്നതിനു ശേഷമാണ് ഇസ്രായേൽ ഈ വീഡിയോ പങ്കുവച്ചത്. മുഖത്തും വസ്ത്രത്തിലും രക്തം പുരണ്ട നിലയിലാണ് സൈനികരെ വീഡിയോയിൽ കാണാനാവുക. ഇവരുടെ കൈകൾ പിറകിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലാണ്. ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമോ, തനിക്ക് ഗാസയിൽ സുഹൃത്തുക്കളുണ്ടെന്നും അവരെ ഫോണിൽ വിളിക്കാൻ കഴിയുമോ എന്നും ചോദിക്കുമ്പോൾ ഹമാസ് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. ലിറി, ഡാനിയേല, കരീന, നാമ എന്നിവരുടെ ഒക്ടോബർ 7 ചിത്രങ്ങൾ നിങ്ങൾ മറക്കണമെന്നാണ് ഹമാസ് ആഗ്രഹിക്കുന്നത്. രക്തം പുരണ്ട പൈജാമ ധരിച്ച, കിടക്കയിൽ നിന്ന് വലിച്ചയക്കപ്പെട്ട, കൈകൾ ബന്ധിക്കപ്പെട്ട ഇവരുടെ ചിത്രങ്ങൾ. ഇതിന് സംഭവിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല, വീഡിയോ പുറത്തുവിട്ട് ഇസ്രായേൽ കുറിച്ചു.